എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ചട്നിയാണ്. ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അതീവ രുചിയിൽ തയ്യാറാക്കിയെടുത്ത നാളികേരമൊന്നും ചേർക്കാത്ത ഒരു ചട്നിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ. അതിലേക്ക് ഒരു 6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വറ്റൽമുളക് നമ്മൾക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചട്നി തയ്യാറാക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ഈ വറ്റൽമുളക് എടുക്കാനായിട്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇനി ഫ്രൈ ആക്കുമ്പം ഒരുപാട് അങ്ങോട്ട് കറുത്ത് പോകരുത്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് നിറം മാറി കിട്ടിയാൽ മതി. ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി കേട്ടോ. ഈ സമയത്ത് ഇതൊന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാനൊരു 20ഓളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ചെറിയുള്ളിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഈ ചട്നിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുത്തോളൂ. കാരണം സവാളയ്ക്ക് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. അതുകൊണ്ടാണ് സവാള എടുക്കരുതെന്ന് പറയുന്നത്. ഇനി ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ അളവൊന്നും കൂടി പോകരുത്. ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചട്നിയിൽ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇപ്പം ചെറുതായിട്ട് നമ്മുടെ ചെറിയുള്ളിയുടെ നിറം മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് 2 തക്കാളി ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ സമയത്ത് കുറച്ചൊന്ന് കൂട്ടി വെച്ചോളൂ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നുപോലെ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടുകടല ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പൊട്ടുകടല അത്ര എടുത്താൽ മതി, കൂടുതലായി പോകണ്ട. പൊട്ടുകടല നമ്മൾ ചെറിയുള്ളി ചേർത്ത സമയത്ത് ചേർത്ത് കൊടുത്താൽ ഈ തക്കാളി വഴണ്ടി കിട്ടുമ്പോഴേക്കും നന്നായിട്ടങ്ങ് ഫ്രൈ ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ആവാട്ടോ. ഞാനിപ്പം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചോളൂ. കാരണം തക്കാളി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. വളരെ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കായ്പ്പൊടി ചേർക്കുമ്പം ഒന്ന് സൂക്ഷിച്ച് ചേർക്കണം കേട്ടോ. കൂടുതലായി പോയി കഴിഞ്ഞാൽ കയ്പ്പരസം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് നമ്മൾ ചട്നി തയ്യാറാക്കി കഴിക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് കായ്പ്പൊടി ചേർത്തിട്ട് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇതിപ്പം നല്ലതായിട്ട് നമുക്ക് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലിയുടെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ മാത്രമല്ല കേട്ടോ, ഈ ഒരു ചട്നി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് വറുത്തിടണം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. സ്റ്റൗ ഈ സമയത്ത് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്നിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലിയും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചട്നി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.